സിന്ധു നദീജല കരാർ സമീപകാലത്തായി ഒരുപക്ഷെ രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒന്നാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് അതിനുശേഷം ഭാരതത്തിൻ്റെ വലിയ ഒരു നേട്ടത്തിന് ഒടുവിൽ നമ്മൾ തീരുമാനിക്കുകയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കും എന്നുള്ളത്. ഈ കരാർ ഇന്ത്യക്ക് ഒരു ഗുണവും ചെയ്തില്ല എന്ന സത്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി വിളിച്ചു പറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ ഈ കരാർ ഇന്ത്യക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നെഹ്റു ഭാരതത്തെ 2 തവണ വിഭജിച്ചുവെന്നും റാഡ്ക്ലിഫ് ലൈൻ ഉപയോഗിച്ചും നമ്മുടെ ലൈൻ ഉപയോഗിച്ചും നമ്മുടെ രാജ്യത്തിലെ നദിയുടെ 80% വെള്ളം പാകിസ്ഥാൻ നൽകി വിഭജിച്ചെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും സമാനമായ ഇത്തരം ആരോപണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒപ്പം NDAയുടെ പാർലമെൻ്ററി യോഗത്തിലും മറ്റും ഇത് ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇതിന് കാരണം സിന്ധു നദീജല കരാറിൻ്റെ 80% വെള്ളവും പാകിസ്ഥാൻ നൽകിക്കൊണ്ടാണ് നെഹ്റു രാജ്യത്തെ വിഭജിച്ചത് എന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ഇത് ഒരുപാട് ചർച്ച ചെയ്ത ഒന്നാണ്, ഒരുപാട് വിവാദങ്ങളുണ്ടായ ഒരു കരാറാണ്. ഇത്രയും നാൾ ഈ കരാർ അതൊരു വലിയ വഞ്ചനയാണ് എന്നത് ജനത്തിന് മനസ്സിലാകാത്ത വിധമായിരുന്നുവെങ്കിൽ ഇപ്പോൾ BJP പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. മറ്റൊരു വ്യാഖ്യാനം വരുന്നത് ഈ കരാർ അത് പാർലമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങാതെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഏകപക്ഷീയമായി സംഭവിപ്പിച്ച ഒന്നാണ് എന്നുള്ളതാണ്. പാകിസ്ഥാനിലേക്ക് പോയി ആ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കുകയായിരുന്നു. കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കളും MP-മാരും മന്ത്രിമാരുമൊക്കെ ഈ കരാറുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് അന്ന് പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തെ കർഷകരെ വഞ്ചിച്ച രീതിയാണ് ഇതെന്ന ആക്ഷേപം ഉയർത്തിയിരുന്നു. മന്ത്രിസഭയുടെ അംഗീകാരമോ ചർച്ചയോ ഇല്ലാതെ ഈ കരാറിൽ ഒപ്പുവെച്ച് 80 കോടി രൂപ പാകിസ്ഥാൻ നൽകുകയും ചെയ്തു. വളരെ പ്രധാനമാണ്. അന്നത്തെ 80 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നമുക്ക് ഈ കരാർ എന്താണ് എന്ന് പരിശോധിക്കാം. പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ ഒരു തീരുമാനമാണ് ഇന്ത്യ സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാൻ്റെ പ്രധാന പ്രവിശ്യയായ കിഴക്കൻ പഞ്ചാബിലേക്ക് ആവശ്യമുള്ള വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ്. 1960 സെപ്റ്റംബർ 19 അന്നത്തെ പ്രധാനമന്ത്രി ലോക ബാങ്കിൻ്റെ കൂടി മധ്യസ്ഥതയിൽ ഒപ്പിട്ട കരാർ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയായിരുന്നു. ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ ജലത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് കിട്ടി. അതേസമയം ഏകദേശം 99 ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറ് നദികളായ സിന്ധു, ചെനാബ്, ജലം എന്നിവയുടെ ജലത്തിൻ്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയത്. സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിൻ്റെ ഏകദേശം 20% മാത്രമാണ് നമുക്ക് ലഭിച്ചത് എന്നോർക്കുമ്പോൾ, അതും നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ സ്വന്തം പാർട്ടിയുടെ അനുവാദമില്ലാതെ ഉണ്ടാക്കിയ ഒരു കരാറാണ് എന്ന് കേൾക്കുമ്പോൾ അവിടെയാണ് ഒരു വലിയ ചതി ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയായിട്ടും വലിയ വിട്ടുവീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 യുദ്ധങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ കരാർ റദ്ദാക്കാൻ നമ്മുടെ ഒരു സർക്കാരും തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ BJP സർക്കാർ മോദി നേതൃത്വത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് അത് റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാൻ്റെ നട്ടെല്ല് തകർക്കുന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ 1960 പാർലമെൻറ്റിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാമോ? പാർലമെൻറ്റിലെ മിക്ക MP-മാരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ഈ ഉടമ്പടിയെ വിമർശിച്ചു. എന്നാൽ ആ വാക്കുകൾ നെഹ്റുവിൻ്റെ ഭരണകൂടം ചെവിക്കൊണ്ടില്ല. പാർലമെൻറ്റിനെയോ പ്രതിപക്ഷ പാർട്ടികളെയോ വിശ്വാസത്തിലെടുക്കാതെ പാർലമെൻറ്റ് അനുമതിയില്ലാതെ കരാർ ഒപ്പുവെക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എത്തുമ്പോഴേക്കും കരാർ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യം. നെഹ്റു ഭരണകൂടം നേരിട്ട ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മിക്കവാറും എല്ലാവരും രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ കരാറിനെ അപലപിച്ചു. കരാർ അന്യായമാണെന്നും വിറ്റുതീർക്കലാണെന്നും ഇത് 2ാം വിഭജനമാണെന്നും MP-മാർ ചൂണ്ടിക്കാട്ടി. ശാശ്വതമായ സൗഹൃദം കൊണ്ടുവരാത്ത അപകടകരമായ ഇളവായി ബൽറാംപൂരിൽ നിന്നുള്ള MP-ആയ അടൽ ബിഹാരി വാജ്പേയി, ശ്രദ്ധിക്കണം, അന്നത്തെ 30-കാരനായ പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ BJP നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആഞ്ഞടിക്കുകയായിരുന്നു കരാറുമായി ബന്ധപ്പെട്ട്. അത് വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. അന്ന് യുവ നേതാവാണ് വാജ്പേയി. പാർലമെൻറ്റിലെ വളരെ നിർണായകമായ ഒരു ശബ്ദം കൂടിയാണ് വാജ്പേയി എന്ന് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ഈ കരാറിനെ എതിർത്തത് വാജ്പേയിയാണ്. അതാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം BJPയും ഏറ്റെടുക്കുന്നത്. അതേസമയം ഈ നെഹ്റുവിൻ്റെ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത്
പാകിസ്ഥാനെതിരെയുള്ള പ്രായോഗിക രാഷ്ട്രതന്ത്രമായാണ്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ സമാധാനം പുലരാൻ വേണ്ടി ഈ കരാർ സഹായകരമാകുമെന്ന വ്യാഖ്യാനം നെഹ്റു നൽകി. പാകിസ്ഥാന് വേണ്ടി വളരെയധികം ത്യാഗം തീർക്കുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകി. പക്ഷേ അത് നമുക്കറിയാം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം. അതിനുശേഷവും പാകിസ്ഥാൻ അടങ്ങിയിരുന്നില്ല. ഇത്ര വലിയ വിട്ടുവീഴ്ച ഇന്ത്യ നടത്തിയിട്ടും അതുമായി ബന്ധപ്പെട്ട യാതൊരു കോംപ്രമൈസിനും പാകിസ്ഥാൻ തയ്യാറായില്ല. പിന്നീട് നിരവധി യുദ്ധങ്ങൾ, 3 യുദ്ധങ്ങൾ നടന്നു. അതിർത്തിയിൽ സംഘർഷങ്ങളുണ്ടായി. അതായത് നമ്മൾ വലിയ വിട്ടുവീഴ്ച ചെയ്തിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വെള്ളം നൽകിയിട്ടും പാകിസ്ഥാൻ എന്ന രാജ്യം നമ്മളെ ശത്രുവായി കണ്ടു എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കോൺഗ്രസുകാർ നെഹ്റുവിനെ ആക്ഷേപിച്ചു. അന്ന് ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ MP ആയിരുന്ന ഹരീഷ് ചന്ദ്ര മാത്തൂർ ഒരു പ്രതിപക്ഷ അംഗത്തെ പോലെ നെഹ്റുവിനെതിരെ സംസാരിക്കുന്ന കാഴ്ചയ്ക്കും പാർലമെൻറ്റ് വേദിയായി. ഈ സിന്ധു ജലത്തെ ഒരുപാട് ആശ്രയിച്ചിരുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ വികാരമായി അദ്ദേഹം ഇക്കാര്യം പാർലമെൻറ്റിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാന് വഴങ്ങിക്കൊടുക്കുകയാണെന്ന് അന്ന് കോൺഗ്രസ് MP പറഞ്ഞു. നമ്മുടെ സ്വന്തം ജനങ്ങളെ നഷ്ടപ്പെടുത്തി അമിതമായ ഔദാര്യം കാണിക്കുന്നത് രാഷ്ട്രതന്ത്രമല്ല എന്നും പറഞ്ഞു വെക്കുകയായിരുന്നു നെഹ്റുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം. തുടർന്ന് നെഹ്റുവിനെ എതിർക്കാൻ നിരവധി കോൺഗ്രസ് MP-മാർ മുന്നോട്ട് വന്നതും ചരിത്രമാണ്. കോൺഗ്രസിലെ ആദരണീയനായ ശ്രീ അശോക് മെഹ്ത്ത നെഹ്റുവിനെതിരെ ഏറ്റവും മൂർച്ചയുള്ള വിമർശനം നടത്തുകയും ചെയ്തു. സിന്ധു നദീജല കരാറിനെ അദ്ദേഹമാണ് ആദ്യമായി രണ്ടാം വിഭജനം എന്ന് ഇപ്പോൾ BJP ഏറ്റെടുത്തിരിക്കുന്ന രണ്ടാം വിഭജനം എന്ന വാക്കുകളോടെ വിശേഷിപ്പിച്ചത്. അന്ന് വാജ്പേയി പറഞ്ഞ വാക്കുകൾ കൂടി, യുവ MP ആയ വാജ്പേയി പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ ഓർക്കണം. ഒന്നുകിൽ അന്നത്തെ പ്രഖ്യാപനം തെറ്റാണ്, അല്ലെങ്കിൽ ഈ ഉടമ്പടി തെറ്റാണ്. അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാന്റെ പ്രസ്താവന അദ്ദേഹം ഉദ്ധരിച്ചു. സംയുക്ത നിയന്ത്രണം എന്നാൽ സംയുക്ത ഉടമസ്ഥത എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് വാജ്പേയി അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകി. ഇത്തരം കരാറുകൾ ഉണ്ടാക്കുമ്പോൾ പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും ആർക്കൈവ്സിൽ പ്രസക്തമാണ്. നെഹ്റുവിൻ്റെ പല ഉദ്ദേശങ്ങളും ചോദ്യം ചെയ്തു. നെഹ്റു എന്തിനാണ് ഇത്ര ദൂരം പോയത് എന്ന് ചോദിച്ചു. ഐക്യം കെട്ടിപ്പടുക്കാനുള്ള വഴി ഇതല്ല എന്ന് ആവർത്തിച്ചു വാജ്പേയി. അന്ന് വാജ്പേയി പറഞ്ഞതാണ്, ശാശ്വത സമാധാനത്തിന് ഈ കരാർ വഴിവെക്കില്ല. അത് വളരെ കൃത്യമായി സംഭവിച്ചു. സമാധാനമുണ്ടായില്ല. പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ നോവിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടി അത് കൃത്യമായി നൽകിയിരിക്കുകയാണ്. വറ്റിവരളും പാകിസ്ഥാൻ, സംശയമില്ല ആ കാര്യത്തിൽ. നമ്മൾ വെള്ളം കൊടുക്കാതായാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ അവർ നമ്മളെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നത്. നെഹ്റു നടത്തിയ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കാർമ്മികത്തിൽ നടന്ന ഒരു വലിയ വിഡ്ഢിത്തം, അതിൻ്റെ പരിണിത ഫലം നമ്മുടെ രാജ്യം ഇപ്പോൾ അനുഭവിച്ചു വരികയാണ്. പക്ഷേ അത് വളരെ കൃത്യമായി തന്നെ BJP സർക്കാർ കൈകാര്യം ചെയ്യുന്നു, മോദി കൈകാര്യം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആവർത്തിക്കേണ്ടത്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല.